സഹോദരന്മാരെ, നിങ്ങളുടെ പലരുടെയും ശ്രദ്ധയിൽ ഈ വീഡിയോ പെട്ടിട്ടുണ്ടാവും. ഇത് വയനാട് ജില്ലയിലെ പുളിഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ തയ്യാറായി. അതിന്റെ ഭാഗമായി മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിലെ മയ്യത്തുമായിട്ട് ആ നാട്ടിലെ പുളിഞ്ഞാൽ മഹല്ല് കമ്മിറ്റിയിലെ പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോ ആ പള്ളിയിൽ വെച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, പറ്റൂല എന്ന് പറഞ്ഞ് ആ പള്ളി കമ്മിറ്റിയിൽപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ആ പള്ളി പൂട്ടി താക്കോൽ കൊടുത്തിട്ട് പോയി. എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം ക്രൂരതയാണ്. ഒരു മയ്യത്തിനോട് പോലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കാണിക്കുന്ന ഈ ക്രൂരതക്ക് ആര് മാപ്പ് കൊടുക്കാനാണ്? ഒന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ? അതിന് കാരണമായിട്ട് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞത്, അവരോട് ചോദിച്ചു വരൂ, എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മയ്യത്തിന് നിസ്കരിക്കാൻ ഈ പള്ളി തുറന്നു തരുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഈ പുളിഞ്ഞാലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അന്തം വിട്ടുപോയി അവിടെയുള്ള പലരും. കാരണം വെച്ചാൽ ഇദ്ദേഹം ഈ മയ്യത്ത് ഒരു സബൂൽ മുബിക്കാത്തിൽപ്പെട്ട കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്ത തെറ്റ്, അദ്ദേഹം കാന്തപുരം വിഭാഗമായിപ്പോയി, കാന്തപുരം ഉസ്താദിനെ നേതാവായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിപ്പോയി എന്നൊരു തെറ്റേ പോലും ചെയ്തിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഈ മയ്യത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു പോലും, നിങ്ങൾ കാന്തപുരത്ത് നേതാവായി കാണുകയാണെങ്കിൽ നിങ്ങളെ നമ്മൾ മയ്യത്ത് പോലും ഇവിടെ മറവ് ചെയ്യൂല എന്ന് പണ്ടേ പറഞ്ഞു പോലും. അത് ചില നാടുകളിൽ അങ്ങനെയുള്ള ലീഗുകാരുണ്ട്, എന്റെ നാട്ടിലും ഉണ്ട്. എന്റെ നാട്ടിലെ ചില വിഷയങ്ങളുണ്ട്. കുറെ ആളെ മഹലിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ആ കത്തുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് 30-ാം തീയതി കഴിയട്ടെ എന്ന് കരുതിയിട്ടാ. അതേപോലെ ഇദ്ദേഹത്തോട്, ഈ മരിച്ച വ്യക്തിയോട് മുമ്പ് പറഞ്ഞു വരൂ, നിങ്ങൾ കാന്തപുരത്തെ അംഗീകരിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യൂല, നിങ്ങൾ മരിച്ചാ മയ്യത്ത് ഇവിടെ മറവ് ചെയ്യൂല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രമല്ല, അവർ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ നേതാവായിട്ട് കാണണമെങ്കിൽ പാണക്കാട് മുന്തിയ സാധനങ്ങളുണ്ട്, പാണക്കാട് തങ്ങന്മാരുണ്ട്, അവരെന്ത് ചെയ്യുക, നേതാവായിട്ട് കാണണം നിങ്ങൾ, ഈ മഹലിൽ മറ്റുള്ളവർ പറ്റൂല എന്ന് അവരൊരു തിട്ടൂരിറക്കിന് വരും. അത് അംഗീകരിച്ചില്ല അദ്ദേഹം. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പറ്റൂല എന്നുള്ള ഫത്വ ഇറക്കിയാൽ അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മരിക്കൂലേ? ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഉണക്കി വെക്കുക ചെയ്യുക. ഇവരും മരിക്കൂലേ? മരിച്ചിട്ടാകുമ്പോ ആരാന്ന് കഫംപട കൊണ്ടുവരിക, ആരാന്ന് കുളിപ്പിക്കുക, ആരാന്ന് മയ്യത്ത് കെട്ടിലിന്റെ ഏതെങ്കിലും ഒരു കാല് പിടിക്കുക, ഇതായിരിക്കും പറയാൻ വേണ്ടി പറ്റുക? ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്നുള്ള കടമയിലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനക്ക് മരിക്കുക എന്നുള്ള കടമയിലേ ഉള്ളൂ. എന്റെ കർമ്മങ്ങൾ ചെയ്ത് എന്നെ മറവ് ചെയ്യുക എന്നുള്ളത് നാട്ടുകാരുടെ കടമയല്ലേ? ആ നാട്ടുകാരുടെ കടമ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പലരും അദ്ദേഹത്തിന് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ കഫം പുടയുമായി ആ മയ്യത്തുമായിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയും പൂട്ടി പോകുന്നത് ശരിയുണ്ടാ? അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മാത്രം എടുത്ത് ഇവർ ഈ പറയുന്ന ഇവരെ വലിയ നേതാക്കന്മാർ മുന്തിയ പോലീസ് ഓഫീസറുടെ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഉണ്ടാക്കിയ പള്ളിയാണെങ്കിൽ അതിനവർക്ക് നിബന്ധന വെക്കാം. ഈ പള്ളിയിൽ ഇന്ന വിഭാഗത്തിന് കയറാൻ പറ്റൂല എന്തെല്ലാം പറയും. ഇത് മഹല്ല് പള്ളിയല്ലേ? ഈ മരിച്ച വ്യക്തിയുടെ മുൻ തലമുറയിൽപ്പെട്ട പലരും ആ പള്ളിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതേ അവസ്ഥയല്ലേനാ റമദാനിലെ അവസാന ഘട്ടത്തിൽ ഇതേ വയനാട് വെച്ചിട്ട് ഒരു സ്ത്രീ മരിച്ചപ്പോ അടുത്ത പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിന്നും വാതിലടച്ചിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പോയില്ലേ? അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അന്ന്. ഇത് തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കുക പല പ്രദേശങ്ങളിലും. ഇതിന് കുറച്ചൊരു ശമനം ഉണ്ടായിരുന്നു. ഈ 10 കൊല്ലമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല. 10 കൊല്ലത്തിന് മുമ്പ് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ പല മയ്യത്തുകളിലും ഈ മുസ്ലിം ലീഗ് ഭരണസമിതിയുള്ള പല മഹല്ലുകളിലും മറവ് ചെയ്യാൻ പറ്റാതെ സ്വന്തം പൊരന്റെ മുറ്റത്ത് മറവ് ചെയ്ത ചരിത്രങ്ങൾ കേരളത്തിലെ മലബാറിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ്. അവർ പാർട്ടിയുടെ മുമ്പിലുള്ള ആ മുസ്ലിം എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ല, അത് എടുത്ത് കളഞ്ഞിട്ടാണ് മുസീബത്ത് ലീഗ് നാക്കുന്നതായിരിക്കുന്നല്ലേ? കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുസീബത്ത് ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയല്ലേ ഈ മുസ്ലിം ലീഗ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ നമ്മൾ പറയൂ ഇന്ന് RSS അങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരാന്ന് പറയൂ. എന്നാൽ കേരളത്തിലെ എവിടെയെങ്കിലും RSSകാർ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല എന്ന് എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാ? അതേപോലെ മുസ്ലിങ്ങളുടെ മയ്യത്ത് ഇവിടെ മറമാടാൻ പറ്റൂല എന്ന് എവിടെയെങ്കിലും RSSകാർ പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാ? എവിടെയെങ്കിലും പള്ളി ആക്രമിച്ചതായിട്ട് RSSകാർ നിങ്ങൾ അറിവിൽ എവിടെയും കേട്ടിട്ടുണ്ടാ? ഇങ്ങനെ തുടങ്ങിയിട്ട് എവിടെയെങ്കിലും മദ്രസക്ക് തീയിട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് RSSകാർ? ഇതെല്ലാം ചെയ്തത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ മുസീബത്ത് ലീഗുകാരല്ലേ? നിങ്ങൾ കേരളത്തിൽ ഓരോ വിഷയം എടുത്ത് പരിശോധിച്ച് നോക്ക്. മുസ്ലിം കേന്ദ്രീകൃത പ്രദേശത്ത് ഇവർ കളിക്കുന്ന കളികൾ എത്രമാത്രം വിഷമകരമായ സംഭവങ്ങളാണ്. എന്നാലോ ഇതിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കന്മാരെന്നും പറയണ്ടേ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതൊന്നുമില്ല. ഇപ്പൊ ഇവർ ഭരണത്തിൽ വരൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ അക്രമങ്ങളൊക്കെ കാണിക്കുന്നത്. ഇനി അഥവാ ഭരണത്തിൽ വന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഓരോ വിഭാഗങ്ങളുടെയും ഇവർ പ്രതിദാനം ചെയ്യുന്ന മഹല്ല് കമ്മിറ്റികൾ ഇവരെ തറവാട് സ്വത്താക്കി വെച്ചിട്ട് അവിടെ പല തിട്ടൂരങ്ങളും ഇറക്കുക. അവിടെ മയ്യത്ത് മറവാടാൻ പറ്റൂല, നമ്മളെ പള്ളിയിൽ എന്ത് ചെയ്യാം, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പറ്റൂല എന്നല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം നശിച്ച മനസ്സുള്ള വിഭാഗമാണ് ഈ മുസ്ലിം ലീഗുകാർ. ഇവര് എത്രമാത്രം സേവന പ്രവർത്തനം ചെയ്തിട്ട് എന്താണ് കാര്യോ?
ഇവര് മുണ്ടക്കായി ചൂരൽമല പ്രദേശങ്ങളിൽ വീടെടുത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബൈത്തുറഹ്മ ഇപ്പുറത്ത് എടുത്ത് കൊടുക്കുന്നുണ്ട്, അപ്പുറം ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നുണ്ട്, ഇപ്പുറം ഈട് ചികിത്സ കൊടുക്കുന്നുണ്ട്, ഇവർ അങ്ങനെയാക്കുന്നുണ്ട് ഇങ്ങനെയാക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെക്കാട്ടിയും വലിയ ക്രൂരതയല്ലേ ഇവർ ചെയ്യുന്നത്? മരിച്ച മയ്യത്തിനോട് പോലും ഈ ക്രൂരത കാട്ടുന്നുണ്ടെങ്കിൽ ഇവരെക്കാട്ടിയും നാശം പിടിച്ചൊരു വിഭാഗം ഈ ഭൂമി ലോകത്ത് ആരാന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നട്ടെ. പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ മലബാറിലെ മുസ്ലിം ലീഗിന്റെ നേതാവിൽപ്പെട്ടതാണ് അബൂജഹലിന്റെ വർഗാണ്, അബൂജഹലിന്റെ പിന്മുറക്കാരാണ് കേരളത്തിലെ മലബാറിലെ മുസ്ലിം ലീഗുകാർ എന്ന് പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ അബൂജഹൽ പോലും മരിച്ച മയ്യത്തിന് ബഹുമാനം കൊടുത്തിട്ടേ ഉള്ളൂ. ഒരു കാരണവശാലും അബൂജഹൽ പോലും മരിച്ച മയ്യത്തിനെ നിന്ദിച്ചതായിട്ട് ഒരു ചരിത്രത്തിലും ഇല്ല. എന്നാൽ അവരുടെ ഈ അബൂജഹലിന്റെ പിന്മുറക്കാരായ മലബാറിലെ മുസ്ലിം ലീഗുകാർ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ അബൂജഹൽ പോലും നാണിച്ചു പോകൂലേ സുഹൃത്തുക്കളെ? ഇതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? ഒരു മയ്യത്ത് കൊടുത്ത് പള്ളിയിൽ വന്ന് മയ്യത്ത് നിസ്കരിക്കാൻ ഉണ്ടാക്കിയതാണല്ലോ പള്ളി. അത് പറ്റൂല. കാരണം എന്നാ, അദ്ദേഹം AP വിഭാഗത്തെ കാന്തപുരം AP ഉസ്താദിനെ നേതാവായിട്ട് കാണുന്ന വ്യക്തിയാണെന്നാണ് ഇവർ പറയുന്നത്. വല്ലാത്തൊരു വിഷമം തന്നെയാണ്. നേതാക്കന്മാര്, ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞു, നേതാക്കന്മാര് പരസ്പരം കെട്ടിപ്പിടുത്തോ സന്തോഷോ ഇതെല്ലാം പങ്കിടുന്നുണ്ട്. പക്ഷേ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ വളരെ മോശമായിട്ടാണ് ഈ മുസ്ലിം സമുദായത്തോട് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം നേതാക്കന്മാർ അറിയുന്നതായിരിക്കും നല്ലത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഓരോ കോണിൽ നിന്നുണ്ടാവണം. ഈ മുസ്ലിം ലീഗിന്റെ ഇങ്ങനെയുള്ള നയനിലപാടുകളോട് ശക്തമായ പ്രതിഷേധം അറിയിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കേണ്ടതാണ്. ഒരു മനുഷ്യന്റെ മയ്യത്തിനോട് പോലും അനാദരവ് കാണുത്ത ഈ വർഗത്തോട് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞു തന്നെ പോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ.